നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കടലക്കറി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കടല നമ്മൾ തലേന്നേ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന കടലയാണ്. ഈ ഒരു കടലയാണ് നമ്മളിനി കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കടല നല്ലപോലെ കഴുകിയ ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് ഉപ്പും കൂടി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഏകദേശം ഒരു 6-7 വിസിലെടുത്തിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാനായിട്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിലൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒരു 1/2 ടീസ്പൂണോളം കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണമൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാമേ. 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് പച്ചമുളകും നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. സവാള നന്നായിട്ട് വേവാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിക്ക് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സവാള ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചെടുത്തത് മിക്സിയുടെ ജാറിലിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ആദ്യമായിട്ട് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടി ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മീറ്റ് മസാല ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി സ്വാദായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ മീറ്റ് മസാല ഉപയോഗിച്ചിട്ടുള്ളത്. സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പൊടികളെല്ലാം തന്നെ മൂപ്പിക്കാനായിട്ട്. നല്ല രീതിയിൽ ഈ ഒരു പൊടികളും അതിനകത്ത് വഴണ്ട് വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. പൊടികളെല്ലാം വഴണ്ട് വരുമ്പോഴത്തേക്കും കടല വേവ ഉപയോഗിച്ച വെള്ളവും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് കുറേശ്ശെയായിട്ട് കടലയും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി കറി നന്നായിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഈ ഒരു കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വളരെയധികം ലൂസാണല്ലേ. അപ്പോൾ ഇനി നമുക്കിതിനെ ഇച്ചിരി കൂടെ ഒന്ന് കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റാനായിട്ട് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ കടലയിലെ അരച്ചു വെച്ചിട്ടുള്ള കടല നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാമേ. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കടലയുടെ പേസ്റ്റ് നമുക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം മുഴുവൻ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറിയുടെ കൺസിസ്റ്റൻസി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മേളിലോട്ട് വിതറാം. ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കടലയെല്ലാം നല്ല വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. കടല നമ്മൾ അരച്ച് ചേർത്തത് കൊണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് പുട്ടിൻ്റെ കൂടെയൊക്കെ ഈ കടലക്കറി അസാധ്യ ടേസ്റ്റായിരിക്കുമേ. നിങ്ങൾക്കൊക്കെ കടലക്കറി ഇഷ്ടമാണെങ്കിൽ ഏതിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വെറുതെ ഒന്ന് അറിയാനാണേ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം.